ഹായ് രാഹുലേ, ഇന്ന് നമ്മൾ എന്ത് വിഷയത്തിലേക്കാണ് പോകുന്നത്? ഇന്ന് V3 ആണ് ചോദിക്കാറുള്ളത്. പഠിതാക്കൾക്ക് വളരെ കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു സംഗതിയാണ് V3. തീർച്ചയായിട്ടും. എന്നാൽ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് V3. V1, V2, V3. ഉദാഹരണമായിട്ട് ഗോ, വെന്റ്, ഗോൺ. ഈ ഗോൺ അതേപോലെയുള്ള രൂപങ്ങൾ V3 എന്നാണ് അറിയപ്പെടുന്നത്. സോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് V3 ഫോം ഓർ ഹൗ ഇമ്പോർട്ടൻറ്റ് ഈസ് ദിസ് V3 ഫോം. അത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ എക്സാമ്പിൾ എടുത്തിട്ട് പഠിക്കുക നല്ലത്. രാഹുൽ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഓർ വി ഈറ്റ് ഫ്രൂട്ട്സ്, ഓർ വി ഈറ്റ് സംതിങ്. അപ്പോൾ അവിടെ എന്താ വെർബ്? ഈറ്റ്. ഈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പതിവായിട്ട് കഴിക്കുന്നു, അത് V1. ഇനി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ, അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു? V8. അത് അതിൻ്റെ സെക്കൻഡ് ഫോമായി. അപ്പോൾ V1ഉം V2 ആയി. ഇനി അടുത്തത് ഈറ്റൺ എന്നുള്ളൊരു ഫോമാണ് അതിൻ്റെ. ഈറ്റൺ, EATEN. സോ ഈ ഈറ്റൺ എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നതാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഉദാഹരണമായിട്ട് ഭക്ഷണം എന്താ കഴിച്ച് കഴിഞ്ഞതേ ഉള്ളൂ, ജസ്റ്റ് നൗ. അതൊരാളോട് പറയണം, ഹലോ, യെസ്, നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞോ എന്ന് ഞാൻ രാഹുലിനോട് ചോദിക്കണമെങ്കിൽ ഞാൻ രാഹുൽ ഡിഡ് യു ഈറ്റ് എ ഫുഡ് എന്നല്ല ചോദിക്കാം. രാഹുൽ, ഹാവ് യു ഈറ്റൺ യുവർ ഫുഡ് എന്ന് ചോദിക്കാം. ഹാവ് യു ഈറ്റൺ യുവർ ഫുഡ്. അത് ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പേ ചോദിക്കുള്ളൂ. മനസ്സിലായില്ലേ? ഒരു ആക്ഷൻ നടക്കുന്നതിൻ്റെ ജസ്റ്റ് ആ ആക്ഷൻ നടന്നു കഴിയാണ്, ആ സമയത്ത് നമ്മൾ അതേക്കുറിച്ച് ചോദിക്കണമെങ്കിൽ ഈ തേർഡ് ഫോം ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ എല്ലാ ക്രിയകൾക്കും ഈ സന്ദർഭം വരും. സോ ഹാവ് യു ഈറ്റൺ സംതിങ്, ഹാവ് യു ഗോൺ ദർ, നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ? ഓക്കെ, യെസ്, ഐ ഹാവ് ഗോൺ ദർ. ഞാൻ അവിടെ പോയിട്ട് വരുന്ന വഴിക്ക് ഐ ഹാവ് ഗോൺ ദർ. ഹാവ്, ഹാസ്, ഷീ ഹാസ് ഈറ്റൺ. അവൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നൗ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. യെസ്, ഷീ ഹാസ് ഫിനിഷ്ഡ്. ഷീ ഹാസ് ഈറ്റൺ. ആ തേർഡ് ഫോം അവിടെ ഒന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വരുന്നതിൻ്റെ മുമ്പ്, നിങ്ങൾ ഇവിടെ വരുന്നതിൻ്റെ മുമ്പ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയണോ? അപ്പോഴും നമുക്ക് ഈ ഫോം വേണം. ഐ ഹാഡ് ഈറ്റൺ മൈ ഫുഡ്. ഐ ഹാഡ് ഈറ്റൺ മൈ ഫുഡ് ബിഫോർ യു റീച്ച്ഡ് ഹിയർ, ബിഫോർ യു കെയിം ഹിയർ. ഐ ഹാഡ് ഈറ്റൺ, അപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഐ ഹാഡ് ടേക്കൺ ഇറ്റ്, ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു. യെസ്, ഐ ഹാഡ് കിൽഡ് സംതിങ്. ഇങ്ങനെ മുമ്പ്, ഒന്നുകിൽ കുറേ കാലത്തിന് മുമ്പ്, അല്ലെങ്കിൽ വേറൊരു ആക്ഷന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങളവിടെ എത്തുന്നതിന് മുമ്പ് ട്രെയിനിൽ പോയി, എത്തുന്നതിന് മുമ്പ്. അപ്പം നമ്മൾ പറയും, സി ദ ട്രെയിൻ ഹാഡ് ഗോൺ. ദ ട്രെയിൻ ഹാഡ് ഗോൺ. അപ്പോൾ ഗോൺ എന്നുള്ള തേർഡ് ഫോം അല്ലേ? അതെ. ട്രെയിൻ ഹാഡ് ഗോൺ ബിഫോർ വി റീച്ച് ദ സ്റ്റേഷൻ. ഞങ്ങൾ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ട്രെയിൻ പോയി. അപ്പോൾ ഇങ്ങനെ പറയണമെങ്കിലും ഹാഡിൻ്റെ കൂടെയും അപ്പോൾ എവിടേക്ക് ഉപയോഗിക്കും? ഹാസ്, ഹാവ്, ഹാഡ്. ഹാസിൻ്റെ ഹാവിൻ്റെയും കൂടെ ഉപയോഗിച്ചാൽ ഇപ്പം ജസ്റ്റ് നൗ ഒരു ആക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്, ആ ഇപ്പോഴത്തെ കഴിഞ്ഞതേ ഉള്ളൂ, ആ ആക്ഷനെ സൂചിപ്പിക്കാനായിട്ട് ഹാസ്, ഹാവ് പ്ലസ് V3 ഉപയോഗിക്കണം. പിന്നെ ഹാഡിൻ്റെ കൂടെ പാസ്റ്റിൽ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, ഫിനിഷ്ഡ്, ഓൾറെഡി ഫിനിഷ്ഡ്, ഒരു പെർഫെക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ട്, അത് കഴിഞ്ഞു പോയിട്ടുള്ളതാണെന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ഹാഡ് പ്ലസ്, ഹാഡിന് സിംഗുലറും പ്ലൂറലും ഒന്നുമില്ല, ഒക്കെ ഹാഡ് തന്നെയാണ്. ഐ ഹാഡ്, യു ഹാഡ്, ദേ ഹാഡ്, ഇങ്ങനെയൊക്കെ. ദേ ഹാഡ് ഈറ്റൺ, ഐ ഹാഡ് ഈറ്റൺ, ഇങ്ങനെ. അപ്പോൾ രണ്ട് സ്ഥലത്തായില്ലേ? ഇനിയുണ്ട്. ഇനി ഭാവിയിൽ നിങ്ങൾ എന്തെങ്കിലും, യെസ്, ഞാൻ കുറച്ച് ഭക്ഷണം ബാക്കിയുണ്ട്, അത് ഞാൻ നാളെ രാവിലെ ആകുമ്പോഴേക്കും ഞാനത് തീർത്തിട്ടുണ്ടായിരിക്കും എന്ന് പറയണം എനിക്ക്. ഓക്കെ, സോ ഐ വിൽ ഹാവ് ഈറ്റൺ ഇറ്റ് എന്ന് പറയും. ഐ വിൽ ഹാവ് ഈറ്റൺ ഇറ്റ്, ഞാനത് തിന്നിട്ടുണ്ടായിരിക്കും.
ഐ വിൽ ഹാവ് ഈറ്റൺ ഇറ്റ്. എപ്പോ? ഇൻ ദ ഫ്യൂച്ചർ. അപ്പൊ ഞാനത് തിന്നിട്ടുണ്ടായിരിക്കും നമുക്ക് സങ്കല്പിച്ച് പറയണമെങ്കിൽ ഐ വിൽ ഈറ്റ് എന്ന് പറഞ്ഞാൽ പോരാ. ഐ വിൽ ഈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും തിന്നുമെന്നാണ്. ഐ വിൽ ഹാവ് ഈറ്റൺ, ഹി വിൽ ഹാവ് ഈറ്റൺ, ദേ വിൽ ഹാവ് ഈറ്റൺ എന്നൊക്കെ പറഞ്ഞാൽ അവരത് തിന്നിട്ടുണ്ടായിരിക്കും. ആ ആക്ഷൻ ഒരു നിശ്ചിത സമയത്തിന് മുമ്പ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും എന്താണ്, പെർഫെക്റ്റ് ടെൻസുകൾ ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം? V3 വേണം. തീർന്നില്ല, V3 വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇംഗ്ലീഷിൽ. ഇനി എല്ലാ ക്രിയകളുടെയും മറ്റ് രീതിയിലൊക്കെ നമുക്ക് പറയണം. ഉദാഹരണമായിട്ട് നീ അത് തിന്നണമായിരുന്നു രാഹുലേ, നീ അത് തിന്നാതെ വിട്ടേച്ചാൽ ശരിയായില്ല, വേസ്റ്റ് ആക്കല്ലേ നീ ചെയ്തേ. അപ്പൊ ഞാൻ പറയും യു ഷുഡ് ഹാവ് ഈറ്റൺ ഇറ്റ്. You should have eaten it. You should have. അപ്പൊ should have, you should have eaten it. You should have eat എന്ന് പറയാൻ പറ്റില്ല. You should have ate എന്നും പറയാൻ പറ്റില്ല. You should have eaten it. എന്തിനത് ബാക്കി വെച്ചേ? You should have eaten it. രാഹുൽ നിനക്ക് തിന്നാമായിരുന്നു, നിനക്ക് തിന്നാൻ കഴിയായിരുന്നു. അപ്പൊ ഞാൻ പറയും രാഹുൽ you could have eaten it. രാഹുൽ നിനക്കത് തിന്നാൻ കഴിയണമായിരുന്നു. ഓക്കെ, യെസ്. ഇനി നോക്കൂ, ഹി മസ്റ്റ് ഹാവ് ഈറ്റൺ ഇറ്റ്. ഹി മസ്റ്റ് ഹാവ് ഈറ്റൺ ഇറ്റ്. അവൻ മിക്കവാറും അത് തിന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഹി മസ്റ്റ് ഹാവ് ഈറ്റൺ ഇറ്റ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് വേണം? V3 വേണം. തീർന്നില്ല V3യുടെ. അപ്പോ ഷുഡ് ഹാവ്, കുഡ് ഹാവ്, വിൽ ഹാവ്, ഷാൽ ഹാവ്, മസ്റ്റ് ഹാവ്, മേ ഹാവ്, മൈറ്റ് ഹാവ്, ഓട്ട് ടു ഹാവ്, ഇങ്ങനെയൊക്കെ ഹാവ് വെച്ചിട്ട് നമ്മൾക്ക് ചില മുമ്പ് നടന്ന കാര്യങ്ങൾ, ഇനി നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ, ഇനി നമ്മുടെ മനസ്സിലുള്ള നമ്മളുടെ ചില ആശയങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ ഒക്കെ, അല്ല നമ്മുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ, ഫ്യൂച്ചറിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഈ V3 എന്ന് പറയുന്ന ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് V3 നിർബന്ധമായും നമുക്ക് പഠിച്ചിരിക്കണം. ഇനി ഇതൊന്നും കൂടാതെ ഇംഗ്ലീഷിൽ മലയാളത്തിൻ്റെ അല്പ വ്യത്യാസമായിട്ട് മിക്കവാറും സെന്റൻസുകളൊക്കെ നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ പറ്റും. എങ്ങനെ? ആക്റ്റീവ് വോയിസിലും പറയാം, പാസീവ് വോയിസിലും പറയാം. ഓക്കെ, ഉദാഹരണമായിട്ട് ഐ ഈറ്റ് മാംഗോസ് എവറി ഡേ. രാഹുൽ ഈറ്റ്സ് മാംഗോസ് എവറി ഡേ എന്ന് പറഞ്ഞിരിക്കോ. ഐ ഈറ്റ് മാംഗോസ് എവറി ഡേ, രാഹുൽ ഈറ്റ്സ് മാംഗോസ് എവറി ഡേ. അപ്പൊ നമ്മൾ രണ്ടുപേരും മാംഗോ കഴിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ നമ്മൾ കഴിക്കുകയാണ്. ഇനി മാംഗോയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇംഗ്ലീഷിൽ പറയാം. മലയാളത്തിൽ ആ രീതി അത്ര പ്രാബല്യത്തിലില്ല. പക്ഷെ ഇംഗ്ലീഷിൽ എഴുത്തിലും പത്രങ്ങളിലെ റിപ്പോർട്ടുകളിലൊക്കെ തിരിച്ചും പറയും. എന്താണ്? മാങ്ങ ഞങ്ങൾ രണ്ടാളും കഴിക്കുന്നുണ്ട്, മാങ്ങയിൽ വെച്ച് തുടങ്ങണം. മാങ്ങ ഞങ്ങളാൽ കഴിക്കപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാങ്ങ കഴിക്കുന്നുണ്ട്, മാങ്ങ ഞങ്ങളാൽ കഴിക്കപ്പെടുന്നുണ്ടെന്ന് പറയണം. എങ്ങനെ പറയും? Mangoes are eaten by us. Okay. So mangoes are eaten by us. അപ്പൊ അവിടെ എന്ത് ചെയ്ത് ഈറ്റൺ ഉപയോഗിച്ചോ അല്ലേ? അവിടെ ഈ തേർഡ് ഫോം നമ്മൾ ഉപയോഗിച്ചു. മാംഗോസ് ആർ ഈറ്റൺ, മാംഗോസ് ആർ ഈറ്റൺ by him, by me, mangoes are eaten by you. ഇങ്ങനെ ആ eat എന്നുള്ള ക്രിയയുടെ eat, ate, eaten. അപ്പോൾ ഇനി ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ മാത്രമാണ്. ഇങ്ങനെ 8 രൂപത്തിൽ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, ദെൻ പ്രസന്റ് പെർഫെക്റ്റ്, ഇങ്ങനെ 3 എണ്ണത്തിൽ, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഇങ്ങനത്തെ 3 എണ്ണത്തിൽ, അപ്പോൾ 6 എണ്ണ. പിന്നെ സിമ്പിൾ ഫ്യൂച്ചറിൽ, ഫ്യൂച്ചർ പെർഫെക്റ്റിൽ, അങ്ങനെ 8 സ്ഥലത്ത് നമുക്ക് സെന്റൻസുകൾ ഇങ്ങനെ ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലും പറയാം. അപ്പോൾ ഈ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് ആക്റ്റീവ് വോയിസ് പറയുന്നത്. ഒബ്ജക്റ്റ് മാംഗോസ് അതുപോലുള്ളത്. ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് പാസീവ് വോയിസ്. പാസീവ് വോയിസ് എവിടെ ഉണ്ടാക്കണമെങ്കിലും യു നീഡ് എന്താവശ്യമുണ്ട്? V3. അപ്പൊ അങ്ങനെ മറ്റേത് ക്രിയാരൂപത്തെക്കാളും ഐ എം വെരി ഷുവർ കൂടുതൽ ഉപയോഗം ഇംഗ്ലീഷ് ഭാഷയിലുള്ളത് V3ക്കാണ്. അപ്പോൾ ഇഫ് യു വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് സോ ഫ്ലുവൻലി you must know how and when and where to use these V3 forms.
അത് അത്രയ്ക്ക് ഉപകാരമുള്ളതാണ്. അതുകൊണ്ട് എന്താണ് ഉപദേശം, എന്തായിരിക്കും അപ്പം നമ്മൾ ആളുകൾക്ക് കൊടുക്കുന്ന ഉപദേശം ആസ് എൻ ഇംഗ്ലീഷ് ടീച്ചർ? V3 നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. നിങ്ങൾ V1 പഠിക്കുന്നുണ്ടോ? V1 പഠിക്കുന്ന ഒരാളുണ്ടോ? നിങ്ങൾ ഒരു ക്രിയ പഠിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ബിലോങ് എന്നുള്ള വേർഡ് പഠിച്ചിരിക്കുക, ബിലോങ്. അപ്പം നിങ്ങൾ ബിലോങ്ഡ് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ റൈറ്റ് എന്നുള്ള വേർഡ് നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുക, റൈറ്റ്, റോട്ട്, റിട്ടൺ. റൈറ്റും റോട്ടും എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് വിചാരിക്കരുത്. റൈറ്റും റോട്ടും റിട്ടണും വേണം. എന്നിട്ട് ഈ റിട്ടണിൻ്റെ ഞാൻ ഈ പറഞ്ഞതുപോലുള്ള രീതിയിലൊക്കെ ആ റിട്ടൺ എന്ന് പറയുന്നതിന് ഉപകാരമുണ്ടെന്ന് മനസ്സിലാക്കണം. സോ ഐ തിങ്ക് this class will be so valuable for the beginners. Okay. തീർച്ചയായിട്ടും. Thank you, dears.